എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. കിഡ്സിൻ്റെ റെസിപ്പീസിന് വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വഴിയെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കിഡ്സിൻ്റെ ഒരു ദിവസത്തെ മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ 2 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ ബ്രെഡാണ്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിന് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്, മീഡിയം സൈസിലുള്ളത്. ഇത് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ സവാളയാണെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പോൾ ഇതിൽ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇവിടെ എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എരി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് കുറച്ച് ചേർത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു നുള്ള് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള കൂട്ടുവിട റെഡി ആയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്സ് ആക്കാം, അല്ലെങ്കിൽ റൗണ്ടിലും ആക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്റ്റിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്